ഹലോ ഗൈസ്, അപ്പം ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ കാസർഗോഡ് ജില്ലയിലെ 400 വർഷം പഴക്കമുള്ള ചരിത്ര പ്രസിദ്ധമായ നമ്മളെ ബേക്കൽ കോട്ടയിലാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളങ്ങനെ ബേക്കൽ കോട്ടയിലേക്ക് പോകുമ്പം ആദ്യം കാണുന്നത് ഇതുപോലൊരു കവാടമാണ്. അപ്പോൾ ഇതിലൂടെ നമ്മൾ വാഹനങ്ങളുമായി അകത്തേക്ക് പോകാം. അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലൊരു സ്ഥലം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്യുക. അപ്പോൾ പാർക്ക് ചെയ്യുന്നതിന് ചെറിയൊരു തുക അവർക്ക് കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ നടന്നു വരുമ്പം കുറേ സാധനങ്ങൾ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ കുട്ടികൾക്കെല്ലാം ആവശ്യമില്ല കുറേ കളിപ്പാട്ടങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബേക്കൽ കോട്ട കാണാം. പക്ഷേ അതിനകത്തേക്ക് കടക്കണമെങ്കിൽ നമുക്ക് ചെറിയൊരു ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ആ ഒരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം പോകുന്നത്. അപ്പോൾ ഞാനങ്ങനെ ടിക്കറ്റെല്ലാം എടുത്തു. അപ്പോൾ ഈ ഒരു ടിക്കറ്റിന് ഒരാൾക്ക് 25 രൂപയാണ് ചാർജ് വരുന്നത്. അപ്പോൾ ഈ ഒരു ടിക്കറ്റ് നമ്മൾ ഉള്ളിൽ സെക്യൂരിറ്റീനെ കാണിച്ചാൽ അവർ ഉള്ളിലേക്ക് നമ്മളെ കടത്തി വിടും. അപ്പം ഇതാണ് പ്രധാന കവാടം, നമ്മളെ കോട്ടയുടെ പ്രധാന കവാടം ഇതാണ്. അപ്പോൾ ഇതിലൂടെയാണ് നമുക്ക് ആദ്യം അകത്തേക്ക് സഞ്ചരിക്കേണ്ടത്. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതുപോലെ ചെറുതും വലുതുമായ കുറേ കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം 400 വർഷം മുമ്പ് കെട്ടിയതാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു അമ്പലമുണ്ട്, ഒരു ശ്രീ മുഖ്യപ്രാണ ടെമ്പിൾ എന്ന് പറയുന്ന ഒരു അമ്പലമാണ്. അപ്പോൾ അതും നമുക്ക് കാണാൻ സാധിക്കും ആദ്യം തന്നെ. അവിടെ നിന്നും കുറച്ചുകൂടി നടന്ന് നീങ്ങുമ്പോൾ നമ്മൾ നേരത്തെ വാങ്ങിയ ടിക്കറ്റ് കാണിക്കാനില്ല ആ ഒരു സെക്യൂരിറ്റിൻ്റെ അടുത്തെത്തും. അപ്പോൾ അവർക്ക് നമ്മൾ ടിക്കറ്റ് കാണിച്ചു കൊടുത്താൽ നമുക്ക് ഇതിനകത്തേക്ക് പ്രവേശിക്കാം. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് നല്ല മനോഹരമായ കാഴ്ചകളാണ് കാണാൻ സാധിക്കൽ. അപ്പം ചുറ്റിലും നല്ല പൂന്തോട്ടങ്ങളെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് അവർ. അപ്പം നല്ല ചെടികളും പൂക്കളെല്ലാം ആയിട്ട് നല്ല ഒരു മനോഹരമായ ഒരു സ്ഥലമാണ്. അപ്പോൾ വരുന്ന ആൾക്കാർക്കെല്ലാം ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇരിപ്പിടങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെല്ലാം നമുക്ക് വന്ന് ഇരിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പം മറ്റൊരു കോട്ട കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങോട്ടേക്ക് കുറേ ആൾക്കാർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലം ലക്ഷ്യമാക്കിയിട്ടാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളങ്ങനെ നടന്ന് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നല്ല വിശാലമായ സ്ഥലം കണ്ണെത്താത്ത ദൂരത്ത് ഇങ്ങനെ കാണാൻ സാധിക്കും. അപ്പം ഇവിടെ ഒരു സ്ഥലം ഇങ്ങനെ ഒരു കിണർ പോലെ ഉണ്ട്. അപ്പോൾ ഇത് മൂടി വെച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ഇരിപ്പിടം പോലെ എന്തോ എന്തെങ്കിലും സാധനങ്ങളാറ്റം വെച്ച സാധനം തോന്നുന്നു. പിന്നെ ഇവിടെ കുറേ ചെടികളുണ്ട്. അപ്പം ഇവിടെ ഒരു കള്ളിമുൾ ചെടിയെല്ലാം ഉണ്ടായിന്. അപ്പോൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി കിടക്കുന്നുണ്ടായിന്. അപ്പോൾ ഞാനങ്ങനെ ഈ ഒരു കോട്ടയുടെ മുകളിലേക്ക് ഇപ്പം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് മുകളിൽ കുറേ ആൾക്കാരുണ്ട്. അപ്പം ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പം ഈ ഒരു ബേക്കൽ കോട്ടയുടെ ഫുൾ ദൃശ്യങ്ങൾ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. അപ്പം ചുറ്റിലുമില്ല എല്ലാ ഭാഗങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. കടൽ, പിന്നെ അവിടെ ആ ഒരു മറ്റേ ബേക്കൽ ബീച്ചിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടുന്ന് കാണാം. പിന്നെ ഇതുപോലെ അടച്ചു വെച്ചിരിക്കുന്ന കുറേ അറകൾ പോലെ സംഭവങ്ങളുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കൊന്നും ആർക്കും പ്രവേശനമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ നടന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല വൃത്തിയിൽ നമുക്ക് കടൽ കാണാൻ പറ്റും. ആ ഒരു ബേക്കൽ ബീച്ചെല്ലാം നമുക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നല്ല വ്യക്തമായി കാണാം. പിന്നെ ഇതിലൂടെ നമുക്കൊരു വഴിയുണ്ട്. അപ്പോൾ ഇതിലൂടെ നമുക്ക് സഞ്ചരിച്ചാൽ മറ്റൊരു ഭാഗത്തേക്ക് പോവാം. അപ്പോൾ ഈ ഒരു വഴി നമുക്ക് ഫസ്റ്റ് നമ്മൾ കയറി ആ ഒരു വഴിയിലേക്ക് മുട്ടൂട്ടോ. അങ്ങനെ റൗണ്ട് പോലെയാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിന് ചുറ്റും കുറേ കാടുകളെല്ലാം ഉണ്ടായിന്. അപ്പോൾ ഇവിടെ ഒരു ഓടപ്പുല്ല് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അതിങ്ങനെ കാറ്റടിക്കുമ്പം മുഖത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ടായിന്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉണ്ടായത്. അപ്പം ഞാനങ്ങനെ നടന്ന് ഇപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പം ഇവിടെ കുറച്ച് കയറ്റാണ്. അപ്പം നല്ല പണിയുണ്ട് നമുക്ക് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. മുകളിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അറയിൽ നിന്ന് ഈ ഒരു കിളിവാതിലൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കടൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം നല്ല കാറ്റെല്ലാം വരുന്നുണ്ട് ഇതിലേ കൂടി നമുക്ക് ഉള്ളിലേക്ക്. അപ്പം നല്ലൊരു വ്യൂ ആണ് ഇതിലേ കൂടി. അങ്ങനെ ഒരു കയറ്റം കയറി. അപ്പം ഞാനിപ്പോൾ ഒരു ഇറക്കം ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഒരു കയറ്റത്തിന് ഒരു ഇറക്കം ഉണ്ട് പറയുന്ന പോലെ. അപ്പം ഈ ഒരു ഇറക്കം ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കെട്ടിടം കാണാം. ഇത് നമ്മളെ അവസാനത്തെ കെട്ടിടമാണ്. അപ്പം ഇതിലൂടെ നമ്മളിങ്ങനെ ചുറ്റി വളഞ്ഞ് യാത്ര ചെയ്യണം. അപ്പം ഒരു ഇടാൻ കൊടുക്കാണിത്. അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ വലം വെച്ച് പോകണം. അപ്പോൾ അങ്ങനെ പോയാൽ നമുക്ക് മറ്റേ സ്ഥലത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിലൂടെ നമ്മൾ പുറത്തിറങ്ങിയാൽ ആദ്യം നമ്മൾ വന്ന ആ ഒരു ഭാഗത്തേക്ക് എത്തും. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ ബേക്കൽ കോട്ടയുടെ കാഴ്ചകൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഗൈസ്.